ഇവിടെ ഇപ്പോൾ വീടുകളിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതാണെങ്കിൽ ഭീകരമായ ഒരു അവസ്ഥയാണ്. ഈ വീട്ടിലൊന്നും ആളില്ല, എല്ലാവരും പോയി കാണൂല്ലേ? അങ്ങോട്ട് ചെല്ലുന്നതോറും ഭീകരാവസ്ഥയാണ്. ഇവിടെ ഒന്നും ആരുമില്ല, വീട്ടിലെല്ലാം താമസം. അതുകൊണ്ട് ആൾക്കാർ ആളുണ്ടോ? ഞങ്ങൾ ഇതിനപ്പുറത്തെ വീട്ടിലൊക്കെ ആളുണ്ട്. അവരുന്ന മാറാത്ത ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഈ ആളുകളുടെ ഒരു പ്രശ്നം ഇത്രയും പറഞ്ഞിട്ട് എന്താ മനസ്സിലാവാതെ? നമ്മൾ പറയുന്നുള്ളല്ലോ, ഓരോരുത്തർക്ക് അവരുടെ വീട് ഇട്ടിട്ട് വരാൻ മാനസികമായൊരു ബുദ്ധിമുട്ട് കാണും. അവർ പിന്നെ ഇത്രയും ഭീകരമായിട്ട് ഇത് വരുമെന്ന് ചിന്തിച്ചിട്ടില്ല. പഴയ കാലങ്ങളിലെ വെള്ളം പൊങ്ങുമ്പോൾ ഇത്ര ഭീകരത്വമില്ലായിരുന്നു. ഇന്നത് മാറി ഭയങ്കരമായ ഭീകരത്വമായ രീതിയായി. അതിന് മെയിൻ കാരണം 6 മണ്ണ് കോര വാരാത്തതുകൊണ്ട് 6 നികന്ന് കിടക്കുകയാണ്. അപ്പം അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ബാലൻസ് ചെയ്യാൻ വേണ്ടി വലിയ പ്രശ്നമാണ്. ഈ കാണുന്ന വീടുകളിലെ ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ വീടുകളുടെയും മുറ്റവും പടിയുമൊക്കെ ആളുകളാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾ മാറിയ ആളുകളുണ്ട്, മാറാത്ത ആളുകളുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് സൗകര്യങ്ങൾ എത്രയൊക്കെ ആധുനികമായി എത്രയൊക്കെ പുരോഗമനമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ഒരു വിരൽത്തുമ്പിൽ ഓർഡർ ചെയ്താൽ ഭക്ഷണം വീട്ടിലെത്തുന്ന സംവിധാനമൊക്കെ ഈ മഴവെള്ളം വന്ന് കയറി കഴിഞ്ഞാൽ ഇല്ല എന്നതാണ് ഓർക്കേണ്ടത്. അതിനായി സുമനസ്സുകളായ നാട്ടുകാരും പൊതുപ്രവർത്തകരും തന്നെ വിചാരിച്ചാലേ അത് പറ്റൂ. നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സംവിധാനങ്ങൾ വേണം ഈ രക്ഷപ്പെടുത്താൻ. അത്തരം കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചില ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ പുരോഗമനം അല്ലെങ്കിൽ വികസനമൊക്കെ വല്ലാതെ അങ്ങ് നിഷ്പ്രഭമായി പോകുന്ന സ്ഥിതിയാണ് ആറന്മുളയിലും കാണാനാവുന്നത് അല്ലേ? മൂത്തി ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് കുറച്ച് സ്ത്രീകളടക്കമുള്ളവർ ഈ വലിയ എത്രത്തോളം വെള്ളത്തിന്റെ ഭീകരതയുണ്ട് എന്നും നമുക്ക് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ്. അവർ ഇങ്ങനെ സാധനങ്ങളൊക്കെയായി പുറത്തേക്ക് വരുന്നതാണ് കാണുന്നത്. അത് ചേട്ടാ, അവര് ഇവിടെയുള്ള ആളുകൾ മലയാളികൾ തന്നെയാണല്ലേ? ഇത് അവർ പൂച്ചക്കുഞ്ഞും പട്ടിയും ഒക്കെ ആയി വരുന്ന ആളുകളാണ്. ചേട്ടാ, ഇവിടുന്ന മാറുവാണ്. പൂച്ചക്കുഞ്ഞ് പട്ടി ഒക്കെ ആയി അവർ സ്വന്തം വീട്ടിൽ നിന്നും നായ്ക്കളൊക്കെ ആയി മാറുന്നതാണ് കാണുന്നത്. അവർ നടന്നു വരുന്നത് കഴുത്തൊപ്പം വെള്ളത്തിലാണ്. ഇനി അങ്ങോട്ടുള്ള സ്ഥലങ്ങൾ ഇതേ ഒരു കുഞ്ഞവിടെ നിൽക്കുന്നതാ. അനൂപേ, അവിടെ ഒരു കുട്ടി, അവിടെ ഒരു കുട്ടി. ഈ വീടുകളുടെയൊക്കെ മുറ്റത്തെ വെള്ളമാണ് കാണുന്നത്. നമ്മൾ ആറന്മുളയിൽ നിന്നും ഇന്നലത്തെ പോലത്തെയുള്ള പ്രശ്നമല്ല ഇന്ന്. പല സ്ഥലങ്ങളിലും ഇന്നലെ വെള്ളം വീട്ടിൽ ആരുമില്ലേ? അതിന് സഹായം നൽകേണ്ടതുണ്ട്. കാരണം അതിന് ഏകദേശം നെഞ്ചൊപ്പം വെള്ളമുണ്ട്. ആ കുട്ടിയെ വണ്ടി ആ കുട്ടിയിൽ കയറ്റ് നിക്ക് 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 അവിടെ നിക്ക്. ഞാൻ നിർത്താൻ പറഞ്ഞു. വേണ്ട, അതിൽ കയറ്റി അവിടെ ആക്കിയേട്ടാ. വണ്ടി ഉണ്ടാവും കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. വേണ്ട, ഇതിൽ കേറ്, ഇതിൽ കേറ്, മോള് കേറ്. ഇത്രയും വെള്ളം കയറി നിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇനി ഒരു വണ്ടിയിൽ കയറ്റി അതിനെ കൊണ്ടുപോകാൻ പറ്റുക? അവിടെ അവരെ കൂടി കയറ്റി, അവരെ ഒപ്പമുള്ള ആൾ കൂടി. എല്ലാം നിങ്ങൾ കേറ്. എന്റെ പൊന്നു ചേട്ടാ, ഈ നാളെ മോത്തി, പല സ്ഥലങ്ങളിലും നമ്മൾ ഈ കാണുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ചെറുതല്ല. ഇവിടുന്ന് പല സ്ഥലങ്ങളിലും വീട് ഇന്നലെയൊക്കെ മാറാൻ പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ആളുകളോടൊക്കെ മാറാൻ പറഞ്ഞിരുന്നു. പക്ഷെ അവിടുന്ന് മാറാത്ത കുറേ ആളുകൾ അവിടെ ഉണ്ട്. മാത്രമല്ല ഈ അവിടെ ആറന്മുളയിൽ റാന്നിയിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയപ്പോൾ വെള്ളം കയറിയ സ്ഥലങ്ങളാണിത്. ഇന്നലെ ഇത്രയും പ്രശ്നം ഇവിടെ ഇല്ലായിരുന്നു അല്ലേ ഏട്ടാ? ഇന്നലെ ഉണ്ട്, ഇതിനെക്കാട്ടി ഭീകരതയായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇനിയിപ്പോ എപ്പോ ഇറങ്ങി തീരും? അതും പറയാനൊക്കത്തില്ല. വെള്ളം താഴെ ഇപ്പൊ നിലച്ചിരിക്കുക. അപ്പോട്ട് വെള്ളം എപ്പോഴും ഇറങ്ങുമെന്ന് പറയാൻ. ചേച്ചി നോക്ക്, ഇവിടുന്ന് ഒരു അമ്മയെ കൊണ്ടുപോകണം. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരാണ് ഇതുപോലെ കഷ്ടപ്പെട്ട ആ വെള്ളത്തിലൂടെ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഈ റെസ്ക്യൂ ചെയ്യാനുള്ള ബോട്ടുകൾ ചെന്നിട്ടും അതിൽ കയറാത്തവരാണോ? പല ആളുകളും അവിടെ നിന്ന് ഒരാൾ വിളിക്കുന്നുണ്ട് ചേട്ടാ. എന്റെ മോള
എന്താ മാറാത്ത നിങ്ങള് നമുക്ക് ഇന്നലെയൊക്കെ പറഞ്ഞതല്ലേ